കൊല്ലമായൂരിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെ CITU പ്രവർത്തകർ മർദ്ദിച്ചു. CITU പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ ജീവനക്കാരൻ ആയൂർ സ്വദേശി നന്ദുവിനെയാണ് മർദ്ദിച്ചത്. ചടയമംഗലം പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, കൊല്ലം ആയൂരിലെ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെയാണ് ഇത്തരത്തിൽ CITU പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ ആ ജീവനക്കാരനെയാണല്ലോ ഇവർ സംഘമായി ചേർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള മർദ്ദനം നടത്തിയത്, അല്ലേ? രോഹിണി, പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതായത് CITUവിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയ ജീവനക്കാരനായിട്ടുള്ള ആയൂർ സ്വദേശി നന്ദുവിനാണ് മർദ്ദനമേറ്റുള്ളത്. നന്ദു പുറത്തിറങ്ങി വരുമ്പോൾ ഈ CITUക്കാർ സംഘടിച്ച് തന്നെ മർദ്ദിക്കുകയായിരുന്നു. ഈ സമയത്ത് ചടയമംഗലം പോലീസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മർദ്ദനത്തെ തടയുവാനോ അല്ലെങ്കിൽ പ്രവർത്തകരെ മാറ്റി നിർത്തുവാനോ പോലീസിന് കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബൈക്കിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നന്ദുവിനെ മർദ്ദിക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്രവർത്തകർ ചേർന്ന് വലിച്ചിറക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇപ്പോൾ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ CITUവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. എന്തായാലും ഈ വ്യാപകമായിട്ടുള്ള ആക്രമണത്തിൽ ജനങ്ങളും വലഞ്ഞിട്ടുണ്ട്. കാരണം ബസ് കണ്ടക്ടറെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലോട്ട് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ആയൂരിലുള്ള പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെയും CITU പ്രവർത്തകർ മർദ്ദിക്കുന്നത്. അതായത് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം അതിനു വേണ്ടിയിട്ട് രാവിലെ ഈ നന്ദു അവിടെ എത്തിയതാണ്. പോസ്റ്റ് ഓഫീസ് പ്രവർത്തിപ്പിക്കാനാവില്ല, ഇന്ന് പണിമുടക്കാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധക്കാരെല്ലാം തന്നെ ആദ്യം ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കി. തുടർന്നാണ് ഈ നന്ദു പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് വീണ്ടും അവിടെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. എന്തായാലും ഈ ജീവനക്കാരെയൊക്കെ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഉൾപ്പെടെ CITUവിന്റെ നേതൃത്വത്തിൽ ഒരു ഭീഷണി ഉയർന്നിരുന്നു. അതായത് ഈ ഗേറ്റ് പൂട്ടി അവിടെ ഈ കൊടി സ്ഥാപിച്ചുകൊണ്ട് ഈ ഗേറ്റ് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് CITUവിന്റെ പ്രവർത്തകർ ഈ ഗേറ്റിന് മുന്നിലെത്തി. അപ്പോൾ 20ഓളം ജീവനക്കാർ അവിടെ എത്തി. അവരെയും തിരിച്ച് പറഞ്ഞു വിടുന്ന ഒരു സമീപനം, അതോടൊപ്പം തന്നെ ഇവരുമായി വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഈ സമയത്ത് ഇടപെടുന്ന ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇവർ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുമ്പോൾ ആക്രമണങ്ങളും ഉണ്ടാവുകയാണ്. അവിടെ എത്തുന്ന ജീവനക്കാർ അവർ ഒരു തരത്തിലും പ്രകോപനത്തിന് നിന്നില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ അവർ തങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്, തങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനനുവദിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അതിനനുവദിക്കാതെ അവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ CITUവിന്റെ നേതാക്കളുടെ തന്നെ സാന്നിധ്യത്തിൽ, ഈ പോലീസിന്റെയൊക്കെ സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. രോഹിണി, ശരി. മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.